ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് പാല മുത്തോലി അടുത്ത് ചേർപ്പുങ്കൽ മെഡിസിറ്റി ആയിട്ട് അധികം ദൂരത്തല്ലാതെ ഒരു മനോഹര വീടിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് മുത്തോലിയിൽ നിന്ന് ഏകദേശം 3.5 കിലോമീറ്റർ ദൂരം മാത്രം മാറി ചേർപ്പുങ്കൽ മെഡിസിറ്റി ആയിട്ട് ഏകദേശം 5 കിലോമീറ്റർ ദൂരം മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന 2700 സ്ക്വയർ ഫീറ്റിൽ 26 സെൻറ്റ് സ്ഥലം 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയുള്ള ഒരു മനോഹര വീടിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വീടിൻ്റെ മുറ്റത്ത് എത്ര വണ്ടി വന്നാലും യഥേഷ്ടം 5, 6, 7 വണ്ടികൾ എത്ര വലിയ വണ്ടി വന്നാലും യഥേഷ്ടം പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒരു യൂസ്ഡ് ഹൗസിൻ്റെ ദൃശ്യങ്ങളാണ് ഇത്. ഒരു കവേർഡ് കാർ പാർക്കിംഗ് ഉണ്ട്. അതുപോലെ തന്നെ 26 പില്ലറയിലാണ് ഈ വീട് പണിതിരിക്കുന്നത്. ഇതിൻ്റെ 3, 4 നില വരെ പണിയാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ബേസ്മെൻറ്റ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വീട്ടിൽ നിന്നും 700 മീറ്റർ മാറിയാൽ പള്ളി, അമ്പലം, ബാങ്ക്, സൂപ്പർ മാർക്കറ്റ്, PHC അതുപോലെ ഉള്ള ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ഓഫീസുകൾ ഇതെല്ലാം നമുക്ക് 700 മീറ്ററിനുള്ളിൽ ലഭ്യമാണ്. ഇതാണ് ഈ വീടിൻ്റെ നല്ല ഒരു വലിപ്പമുള്ള മുറ്റമാണ് ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത. ഒരിക്കലും വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടാകാത്ത, വെള്ളം ഒരിക്കലും കയറാത്ത ഒരു പ്രദേശത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജോട് കൂടിയുള്ള ഈ വീടിന് സെല്ലറ് ആവശ്യപ്പെടുന്ന തുക 1,05,00,000 രൂപയാണ്. വില സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. അതുപോലെ തന്നെ മുറ്റത്തിൻ്റെ സൈഡിലായിട്ട് നമുക്ക് പ്ലാവുണ്ട്, മാവുണ്ട്, ചെടികളുണ്ട്, പേരയുണ്ട്, അതുപോലെ ഫ്രൂട്ട്സ് നമുക്ക് ലഭ്യമാവുന്ന ട്രീസുകളുണ്ട്. അതുപോലെ തന്നെ തെങ്ങുണ്ട്, പച്ചക്കറി കൃഷിയൊക്കെ നടത്തിയിട്ടുണ്ട്. ഇതാണ് വീടിൻ്റെ ബാക്ക് സൈഡാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൈഡിലൊക്കെ വാഴ വെച്ചിട്ടുണ്ട്, ചേമ്പുണ്ട്. അങ്ങനെ നമുക്ക് പച്ചക്കറി നടാനുള്ള ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. 26 സെൻറ്റ് സ്ഥലമാണ് ഇത്. ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്ററുമായിട്ട് 3.5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ആവശ്യക്കാർക്ക് ഈ വീടെടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് 2, 3 നിലകളൂടി പണിത് ബ്രില്യൻറ്റിലെ പിള്ളേരെ തന്നെ, അവിടെയുള്ള കുട്ടികളെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാണ് ഇതിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ സൈഡ് മൊത്തം പാനൽ ചെയ്തിരിക്കുന്നതാണ്. തേക്കും തടിയിലാണ് ഇതിൻ്റെ പാനൽ ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ ഗ്രാനൈറ്റാണ് ഇട്ടിരിക്കുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമാണ് ഞങ്ങളുടെ വിജയം. ഇതാണ് തേക്കും തടിയിൽ ഉപയോഗിച്ചിട്ടാണ് ഈ വീട് പണിതിരിക്കുന്നത്. ഇതിൻ്റെ ജനാലകളും അതുപോലെ തന്നെ ഡോറും എല്ലാം തേക്കും തടിയാണ്. നല്ല മനോഹരമായിട്ടുള്ള ഒരു കുത്തുപണിയിൽ തീർത്ത ഒരു മെയിൻ ഡോറാണ് ഈ വീടിനുള്ളത്. ഇതാണ് ഗ്രാനൈറ്റാണ് സിറ്റ് ഔട്ടിൽ ഇട്ടിരിക്കുന്നത്. നമ്മുടെ മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറിയാൽ നമ്മൾ പ്രവേശിക്കുന്ന സ്വീകരണ മുറിയിലേക്കാണ്. നമ്മുടെ ഗസ്റ്റ് ലിവിങ് ഏരിയ നല്ല വലിപ്പമുള്ള നല്ല ഡിസൈനിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻറ്റീരിയർ വർക്ക് ചെയ്ത് ഇതിൻ്റെ ഭംഗി കൂട്ടിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ ഗസ്റ്റ് ലിവിങ് ഏരിയ. എത്ര ഗസ്റ്റുകൾ വന്നാലും നമുക്ക് ഇവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്വീകരണ മുറിയാണ് ഈ വീടിനും ഒരുക്കിയിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്ന ഒരു നടുമുറ്റത്തോടു കൂടിയ ഭാഗത്തേക്കാണ്. ഇതിൻ്റെ കോർട്ട്യാർഡാണ്. സൺലൈറ്റ് നമുക്ക് ഡയറക്റ്റ് ഇങ്ങോട്ട് പതിക്കാവുന്ന രീതിയിലാണ് ഈ വീടിൻ്റെ ക്രമീകരണം. ഈ നടുമുറ്റത്തിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഡൈനിങ് ഏരിയയും ലെഫ്റ്റ് സൈഡിലായിട്ട് ഫാമിലി ലിവിങ് ഏരിയയുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള, നല്ല ഭംഗിയായിട്ട്, നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന ഒരു വീടാണ്. യൂസ്ഡ് ഹൗസ് ആണെന്നേ ഉള്ളൂ. ഉടമസ്ഥന് ഇപ്പോൾ ഇവിടെ താമസിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഇതാണ് നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് ടേബിളാണ് അവിടെ ഇട്ടിരിക്കുന്നത്. ഒരു 8 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഡൈനിങ് ടേബിളുണ്ട്. എന്നാലും ഇഷ്ടംപോലെ സ്പേസ് നമുക്ക് 2 സൈഡിലും
പാസ് ചെയ്യാനായിട്ട് ഒരു തടസ്സവുമില്ലാത്ത നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹാളാണ്. അതുപോലെ തന്നെ നമ്മുടെ നടുമുറ്റത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതാണ് ഫാമിലി ലിവിങ് ഏരിയ ആണ്. അതും നല്ല വലിപ്പമുള്ള ഒരു ഫാമിലി ലിവിങ് ഏരിയ ആണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ടൈലുകൾ, നല്ല ക്വാളിറ്റി ആയിട്ട് ഉള്ള ടൈലുകളാണ് ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്നത്. അത് സ്വന്തം താമസത്തിന് വേണ്ടി പണിത വീടായതിൻ്റെ പുറത്താണ് ഇത്ര നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടൈലുകളും അതുപോലുള്ള സാധനങ്ങളുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിലാണെങ്കിൽ സാനിറ്ററി ഐറ്റംസൊക്കെ ജാഗോറിൻ്റെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള ഒരു കോട്ടാണ് ഈ റൂമിൽ ഇട്ടിരിക്കുന്നത്. എന്നാലും നമുക്ക് ഒരു കോട്ട് കൂടി ഇട്ടാലും നമുക്ക് ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. 2700 സ്ക്വയർ ഫീറ്റാണ്. അതുകൊണ്ടാണ് ഇത്ര സ്പീഷ്യസ് ആയിട്ടുള്ള റൂമുകൾ. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്ത് നിന്ന് ഞാൻ എടുത്തതാണ്. ഇതാണ് ഒരു വാഷ് ഏരിയ ആണ്. ഒന്നിനൊന്നിന് വ്യത്യസ്തമായിട്ടുള്ള ബാത്റൂമുകളാണ്. എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനിലുള്ള ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് മറ്റൊരു ബെഡ്റൂമാണ്. നല്ല വലുപ്പമുള്ള കോട്ടാണ് ഇവിടെയും ഇട്ടിരിക്കുന്നത്. കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് AC ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല വലുപ്പമുള്ള റൂമുകൾ, ഭംഗിയായിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് ആണ് ഈ സെല്ലർ പണിതിരിക്കുന്നത്. നമ്മുടെ ഈ വീട്ടിൽ നിന്നും പാലാ ടൗണിലേക്ക് ഏകദേശം 5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ചേർപ്പങ്കൽ മെഡിസിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് 5 കിലോമീറ്ററും ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിലേക്ക് 3.5 കിലോമീറ്ററും ദൂരം മാത്രമേ ഉള്ളൂ. 2700 സ്ക്വയർ ഫീറ്റ്, 26 സെൻറ്റ് സ്ഥലം, 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ 26 പില്ലറ് തീർത്തിരിക്കുന്ന ഈ വീടിന് സെല്ലർ ചോദിക്കുന്ന വില 1,05,00,000 രൂപ മാത്രമേ ഉള്ളൂ. വില നെഗോഷ്യബിളാണ്. ഈ വീടിനെ പറ്റി കാണാനോ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളോ അറിയാനായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 8156873501. പാലാ അടുത്ത് ചേർപ്പങ്കൽ മെഡിസിറ്റി ഹോസ്പിറ്റലിനടുത്ത് ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിനടുത്ത് ഒക്കെ ഒരു വീട് ആഗ്രഹിക്കുന്ന, ഒറ്റനില വീട് സ്വന്തമായിട്ട് താമസിക്കാൻ പണിത ഒരു വീട് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ധൈര്യമായിട്ട് ഈ വീട് വന്ന് കാണാവുന്നതാണ്. സെല്ലറുമായിട്ട് നേരിട്ട് സംസാരിച്ച് വിലയിൽ ധാരണയാക്കാവുന്നതാണ്. നല്ല വലിപ്പമുള്ള ഒരു വീടാണ്. വിശാലമായിട്ടുള്ള മുറ്റം, വെള്ളപ്പൊക്ക ഭീഷണിയില്ല, ലേശമില്ല. യഥേഷ്ടം നമുക്കിഷ്ടം പോലെ കിണർ വെള്ളം, നല്ല റെസിഡൻഷ്യൽ ഏരിയ, പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ്. ഇതാണ് ഈ വീടിൻ്റെ കിച്ചണാണ്. അടുക്കളയാണ് ഏറ്റവും വലിപ്പമുള്ള ഭാഗം. അതായത് വളരെ സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു അടുക്കളയാണ് ഈ വീടിന് ഒരുക്കിയിരിക്കുന്നത്. വീടിൻ്റെ ബോട്ടം സൈഡിലാണെന്ന് പറഞ്ഞാലും ടോപ്പിലാണെന്ന് പറഞ്ഞാലും എല്ലാം കബോർഡുകൾ ചെയ്ത തടിയിൽ തന്നെ ചെയ്തിരിക്കുന്ന മോഡുലാർ കിച്ചണാണ്. നല്ല തേക്കിൻ തടിയിൽ ചെയ്തിരിക്കുന്ന, കാതലോട് കൂടി ചെയ്തിരിക്കുന്ന ഡിസൈൻ വർക്കോട് കൂടിയുള്ള ഒരു കിച്ചണാണ് ഈ വീടിൻ്റെ. നമുക്ക് ആവശ്യത്തിന് സ്പേസ്, ഇഷ്ടംപോലെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചണാണ്. നല്ല മനോഹരമായിട്ട് ഉള്ള ടൈലുകളൊക്കെയാണ്. ഇത് രണ്ടാമത്തെ നമ്മുടെ വർക്ക് ഏരിയ ആണ്. അവിടെ ഒരു വിറകടുപ്പുണ്ട്.